പറ. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എന്തുവാ ചെയ്യാൻ പോകുന്നേ? ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാജിക് കിറ്റ്. ഞങ്ങൾക്ക് മുമ്പേ കിട്ടിയ സർപ്രൈസ് ആയിട്ട് കിട്ടിയ ഞങ്ങളുടെ മാജിക് കിറ്റ്. അങ്ങോട്ട് പറയാം. ഇതിന് അറിയേണ്ട ആൾക്കാര് ഇവളുടെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ മതി, എല്ലാം കിട്ടും. പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോക്ക്, ചെക്കൗട്ട് ചെയ്താൽ മതി. ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് അപ്ലോഡ് ചെയ്തത്. ഗൈസ്, ഇത് ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ ഇന്ന് വേണമെങ്കിൽ ഇടും, വേണമെങ്കിൽ നാളെ ഇടും, പറയാൻ പറ്റില്ല. ഇതേ കണക്ക് എന്തായാലും ഞങ്ങൾ പാർട്ട് 1 പല പല വീഡിയോസ് നമ്മളെ രണ്ടുപേര് ചിലപ്പോൾ 4 പേരുണ്ട്. ഒരാളും കൂടെ ഉണ്ട്, പുള്ളിക്കാരൻ കരഞ്ഞോണ്ട് പോയി. കരഞ്ഞോണ്ട് പോയോ? 4 പേരും കൂടെ ഉള്ള വീഡിയോസ് ഒക്കെ അവിടെ വരുന്നതായിരിക്കും. എന്റെ യൂട്യൂബ് ചാനലിൽ 2 യൂട്യൂബ് ചാനൽ. പിന്നെ ഗൈസ്, ഇവരെ പരിചയപ്പെടുത്താം. ഇതാണ് അവളുടെ ചുട്ടുപൊടിയായ അപ്പച്ചിയാണ് കേട്ടോ. അപ്പച്ചി തോളി. വെരി ഗുഡ്. ചേച്ചി ചേച്ചിന്ന് വിളിച്ചാൽ എന്താ അമ്മൂമ്മേ? ഗൈസ്, ഇവളെന്റെ അനിയത്തിയാണ്, കസിൻ സിസ്റ്റർ ആണ്, എൻ്റെ കസിൻ ബ്രദറിന്റെ മോളാണ്. ഇതെന്റെ കസിൻ ബ്രദറിന്റെ മോൾ, മീൻസ് ഇവളുടെ അനിയത്തി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെയാണ്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഉടനെ. എനിക്കിനി ഗൈസ്, നിങ്ങൾ പറയുന്നതിന് എനിക്കിനി ഒരു കസിൻ സിസ്റ്ററും കൂടെ ഉണ്ട്. അവളെ ഞാൻ വിളിക്കാം ഗൈസ്. ഗൈസ്, എന്റെ പഴയ ചാനൽ അറിയാവുന്നവർക്ക് അറിയാം, അവൾ അതിനകത്തുണ്ട്. പക്ഷെ ആ ചാനൽ ഇപ്പൊ ഇല്ല, ഇപ്പൊ നിലവിലില്ല. നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയോണ്ട് ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര ലെസ്സാണ്. പിന്നെ അവൾക്കും യൂട്യൂബ് ചാനലുണ്ട്. ഞങ്ങൾ ഫാമിലി ഫുള്ള് യൂട്യൂബ് ചാനലിന്റെ ഒരു ഇത് തന്നെ എടുക്കുക. പുള്ളിക്കാരനും കൂടെ എടുക്കണമെന്ന് തന്നെ. അതെ അതെ, എടുക്കണമെന്നാണ്. മോൻ എടുക്കണമെന്ന് പറഞ്ഞേ. എനിക്ക് യൂട്യൂബ് ചാനൽ വേണമെന്ന് പറഞ്ഞു. അതെ, ഇനി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒന്നും മനസ്സിലാകത്തില്ല. മോൻ അമ്മയുടെ അടുത്ത് പോണോ? ഹൗ ആർ യു നോദീരു? ഹൗ ആർ യു ഫ്രണ്ട്സ്? പോയിച്ചേ. ചെറിയൊരു നാണക്കാരനാണ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടിക്കുന്ന അറിയാം പുള്ളിക്കാരനെ. ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ പറഞ്ഞേ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കണ്ടോ, എന്റെ കൊച്ചൻ പറഞ്ഞു നിങ്ങൾ ചെയ്യാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവനെ താഴോട്ടാക്കാം. ഓക്കെ, പൊക്കോളൂ. ഇതുവഴി പൊക്കോളൂ. എന്നാ കുഞ്ഞിന്റെ ബോട്ടിൽ വേണ്ടായോ? ഞാൻ ചെന്നിട്ട് വലിയ ആയിട്ട് പറയാൻ പറഞ്ഞേ. അപ്പൊ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കാം. This is a magic gift that my father, that means her cousin, brought us. So we are going to unbox it. മലയാളത്തിൽ പറഞ്ഞു തരും. ഇത് നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. എൻ്റെ ചേട്ടൻ ഇവൾക്ക് വാങ്ങിച്ചു കൊടുത്താണ്. അതായത് എൻ്റെ അച്ഛൻ. അതെ, എൻ്റെ കസിൻ ബ്രദർ അവൾക്ക് വാങ്ങിച്ചു കൊടുത്താണ്. അതുകൊണ്ട് എൻ്റെ കസിൻ സിസ്റ്ററും അവളും തമ്മിൽ നമ്മൾ മുമ്പേ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് മനസ്സിലാവും എന്തൊക്കെ. ഒന്നുകൂടെ ചിലവര് ഫസ്റ്റ് പാർട്ട് കാണാതെ തന്നെ സെക്കൻഡ് പാർട്ട് കാണും. അതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിയുള്ളത് മനസ്സിലാവും. ഇത് വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു. അത് ഈ വീഡിയോ പറയുന്നില്ല, ആ വീഡിയോ പോയി നോക്കൂ. അതെ, ഒരു സാധനം പൊട്ടിച്ചിട്ടുണ്ട്, പോയി നോക്കിക്കോ. ലിങ്കിൻ പോയി. ഇത് ക്ലാസിക് മാജിക് കിറ്റാണ്. തോന്നിയ സാധനമാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്തൊക്കെയോ ഉണ്ടെന്നാണ് ഗൈസ്. 50 ത്രില്ലിംഗ് ട്രിക്സ് ഉണ്ടോ? 50 ഒന്നും ഇല്ലെന്ന് തോന്നുന്നത്, പറ്റിപ്പാണ്. പിന്നെ ഇപ്പം എല്ലാം പിന്നെ 50 ഉണ്ടോ? ഞാൻ അറിഞ്ഞില്ല. 10 വയസ്സ് തൊട്ട് 99 ഇയേഴ്സ് വരെ ഇത് കളിക്കാനാണ് ഇവർ കൊടുത്തേക്കുന്നത്. അതുവരെ ഇവള് ജീവിച്ചിരിക്കുമെന്ന് ആരും കണ്ടു? ഞാൻ ഇതിന് മുമ്പേ ആരെങ്കിലും എന്നെ തല്ലിക്കൊല്ലുവന്നിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ അവർ മാജിക് കിറ്റ്. നമ്മുടെ റിദൂട്ടനെ ഇതിനകത്ത് ഇരുത്താത്ത കാരണം അവന് 10 വയസ്സില്ല, അവന് ആകെ 2.5 വയസ്സേ ആയിട്ടുള്ളൂ. 3 ഈ വർഷം. പൊന്നുമോൻ എത്ര വയസ്സായി? എനിക്ക് ഏപ്രിൽ 5 10ആയി. 10 ആയിട്ടില്ല ഗൈസ്. അവള് നീ ഇത് പൊട്ടിയാ 10 തൊട്ട് എനിക്കിപ്പോ 10 വയസ്സായില്ലല്ലോ. അവൾക്ക് 10 വയസ്സായി. ഏപ്രിൽ 5, ഇന്ന് ഏപ്രിൽ 12. സോറി ഗൈസ്, അവൾക്ക് 10 വയസ്സായിട്ട് കുറച്ച് ദിവസമായി. ഞാൻ മറന്നുപോയി. അവളുടെ ബർത്ത്ഡേ ഞാൻ കാണാതെ പഠിച്ചു ചെയ്യാൻ പറ്റിയില്ല. ഇത് ഇതാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നല്ലോ. ഞാൻ കണ്ടായിരുന്നു. നീ സ്റ്റാറ്റസ് ഇടുന്നതിന് മുമ്പേ തലേ ദിവസം ഞാൻ പറഞ്ഞു എൻ്റെ സേയുടെ ബർത്ത്ഡേ നാളെ. എൻ്റെ അമ്മയുടെ അടുത്ത് നീ ചോദിച്ചു നോക്ക്. ഓക്കെ, ഞാൻ മറന്നില്ല. അപ്പം ഇത് മാജിക് കിറ്റാണ്. എനിക്ക് ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്ത ഗിഫ്റ്റാണ്. പക്ഷേ നമുക്ക് ഇന്നാണ് കിട്ടിയത്. അങ്ങനെയും പറയാം. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ.
ഗൈസ് അതിന് മുമ്പ് എനിക്ക് കുറച്ച് ശബ്ദം ഉണ്ടാക്കണം. ഗൈസ് ഇതൊന്ന് നേരെ ചെടി നേരെ താഴെ പോകും. ഇതിനകത്ത് ഫസ്റ്റ് താങ്ക് യു ബോക്സ്, താങ്ക് യു QR കോഡ്. പിന്നെ ബുക്ക്. ഹായ് ഹലോ ഗൈസ്, എന്നെ കൊച്ചൻ പറഞ്ഞിട്ട് പോയതാ കേട്ടോ. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് കസാര ഇട്ടിട്ട് കുഞ്ഞാണ് മുടിയുണ്ട്. പുള്ളിക്കാരൻ തന്നെ ചാടിക്കേറുവാണ്. അപ്പം നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തോനെ പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. കൊച്ചൻ എന്തൊക്കെയോ പറഞ്ഞത് ഹലോ ഗൈസ് എന്നാണ് പറയുന്നത്. അമ്മ അതോ ഹലോ ഗൈസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ബുക്ക് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക, അങ്ങോട്ട് തുറക്കുക. ഫസ്റ്റ് സെറ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ആദ്യം 1 by 1 ആയിട്ട് ഇത് ചെയ്യാം. ആദ്യം നമുക്ക് ഏതെടുക്കാം? ഈ സാധനം ഇത് കണ്ണടച്ചിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, ആദ്യം ഞാൻ, എന്നിട്ട് അങ്ങനെ ഇവിടെ പണ്ട് ഉടായപ്പാണ്ട് എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, ഇതെടുക്കാം. ഓക്കെ ഓക്കെ, ബഗ്ഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഇതാണ് ബഗ്ഡ് ഔട്ട്. ഇത് ചിലപ്പോൾ പാർട്ട് 3 ചിലപ്പോൾ കാണും. ഇതിൽ കൊണ്ടില്ല, ഇത് കാണുന്ന ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊരു വീഡിയോ 12 മിനിറ്റ് വെച്ച് 13 മിനിറ്റ് വെച്ചാണ് എടുക്കുന്നത്. അപ്പം ഇത് തികവുന്നില്ല, ഇപ്പൊ തന്നെ 6 മിനിറ്റ് കൂടുതൽ. ഇപ്പം എന്താ ശരിക്കും പാറ്റിയല്ല, ഇതിൻ്റെ അകത്ത് മാജിക്കാണ് ബാക്കി. ഇത് ശരിക്കും കണ്ട പാറ്റിയതേ പറയത്തുള്ളൂ. ഇത് എനിക്ക് തൊടാൻ തന്നെ പേടിയാണ്. സത്യം എനിക്ക് എളുപ്പ് പോലൊക്കെ തോന്നി. ഇത് മാജിക് ചെയ്യാൻ തന്ന ഒരു പാറ്റയാണ്. ഇവളിങ്ങനെ നോക്കിയപ്പോ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ ഇവളെടുത്തിട്ട് ഇവിടെ എന്നോട് തോന്നപ്പോ പറഞ്ഞു, ചേച്ചി എന്നോട് അവിടെ ഇവരുടെ കൂട്ടുകാരി ആരെ വാങ്ങിച്ചപ്പോ ഇതിനകത്തുനിന്ന് ശരിക്കും ഒരു പാറ്റനെ കിട്ടി. ഇതൊക്കെ ചുമ്മാ ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. ഇവിടെ എന്നോട് പറഞ്ഞു നേരത്തെ ഇതിനകത്ത് പാറ്റ് ചത്തോ. എനിക്ക് പേടിക്കുമെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ. ഇവിടെ എന്നോട് പറഞ്ഞായിരുന്നു നേരത്തെ ശരിക്കുള്ള പാറ്റ. ഇത് തൊടുമ്പോഴും തന്നെ എന്തോ എനിക്ക് നമ്മൾ ഇതങ്ങോട്ട് മാറ്റി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളെ തല വെച്ച് തല വെക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇത് കാണുമ്പോഴേ ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് അത് നമുക്ക് മാജിക് ഉള്ളതാണ്. പിന്നെ ഒരു സാധനം വന്നിട്ടുണ്ട്, ഇത് ചെയ്യാനുള്ളതാണ് കേട്ടോ. അയ്യോ കളഞ്ഞോളൂ നശിപ്പിക്കാൻ. പിന്നെ ഇതെന്ത് സ്റ്റോറി കാർഡ്സ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പാറ്റേന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി എന്തോ സംഭവം. പിന്നെ ഒരു പെണ്ണ് ചായ കുടിക്കുന്ന, ആണ് ചായ കുടിക്കുന്നതും കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് മറ്റേ ബലൂണൊക്കെ ഒട്ടിക്കുന്ന എന്തോ ഒരു സാധനം. ഇത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ട് പറയുന്നേ. അടുത്ത പാർട്ടി കാണും. ഒന്ന് പെട്ടെന്ന് പറയുമോ? ഓക്കെ, അത് കുത്തിക്കേറ്റി നമുക്ക് ആ വൃത്തികെട്ട പാറ്റേനെ നീ എടുത്ത് വെക്കുന്നത്. ജീവനില്ലെങ്കിൽ കാണാൻ കൊള്ളത്തില്ല. നിങ്ങൾക്ക് വീഡിയോ ചിലപ്പോ രസമായിട്ടൊക്കെ തോന്നും. കണ്ണടാ നിക്ക്, ഇതൊക്കെ അടക്കട്ടെ. ഇത് നമുക്ക് എവിടെ തന്നെ വെക്കാം. ഇത് എടുക്കല്ലേ, അത് നീ അങ്ങോട്ട് മാറ്റി വെക്ക്. അല്ല ഞാനതായിരിക്കും എടുക്കുന്നത്. കണ്ണ എടുത്തോ. നല്ല സാധനം ഗായ്സ്, എന്തോ വലിയ സാധനം കേട്ടോ ഞാൻ എടുത്തത്. ഓ ഗായ്സ്, ഇത് ഇൻഫിനിറ്റി 4 എന്ന് പറഞ്ഞ എന്തൊരു സാധനം. ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാ കുട്ടിച്ചാത്തിനോ വില ഇപ്പോൾ ചാടി വരിക ഗൈസ്. ഓക്കെ, ഞാനല്ലേ പഠിച്ചത് ഗൈസ്. കോട്ട നമുക്ക് വെള്ളം എടുക്കാൻ ഒരു കോട. അവർക്ക് മനസ്സിലായി അവള് കുളിക്കത്തില്ലെന്ന്, അതുകൊണ്ടാണ് അവൾക്ക് കുടമൊക്കെ കൊടുത്തത്. നമുക്ക് പല്ലിയൊക്കെ കുടോ ഗൈസ്. ഇതിനകത്ത് കുടത്തിനകത്ത് എന്തൊക്കെ ചേർക്കണോന്നൊക്കെ ആയിരിക്കും. ഇതിന്റെ ബാക്കിൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ചാൽ ഇത് നനയത്തില്ലെന്നാണ് പറയുന്നത്. വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ എന്തോ ചെയ്യുമ്പോ എന്തോന്നൊക്കെ ചെയ്യുന്നൊക്കെയാണ് കാണിച്ചേക്കുന്നത്. പിന്നെ നോക്കിയിട്ട് പറയാൻ വേണ്ടി അത് നമുക്ക് പാർട്ട് എത്രയെങ്കിലും ചിലപ്പോ 11th പാർട്ട് വരെ കാണും. ഇത് 2 ആയുള്ളൂ. മിസ്റ്ററി ബോക്സ്, നമുക്കിത് മിസ്റ്ററി ബോക്സ് ആക്കാം. മിസ്റ്ററി ബോക്സ് ഇത് നമുക്കൊന്നും അറിഞ്ഞൂടാ. ബോക്സ് ആയിട്ട് ഇതിനകത്ത് ഒന്നും കൊടുത്തിട്ടില്ല. ബോക്സ് ആയിട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തോന്നൊക്കെ ഉണ്ട്. ഇതാണ്ട് മാനുവൽ വരെ ഉണ്ട് എന്തോന്നൊക്കെ സാധനങ്ങൾ. എന്തോ കഴിച്ച് എനിക്ക് തന്നെ ഈ ബ്രഷ് ഞാൻ വന്നപ്പോൾ തൊട്ട് നല്ല സുഖമായിട്ട് എനിക്ക് തോന്നുന്നത് കഴിച്ച്. എനിയിപ്പോൾ തൊട്ട് നോക്കിയോണ്ടാണോ എനിക്ക്
തൊട്ട് നോക്കിയോണ്ടാകുമ്പോ അത് നല്ല സുഖമുണ്ട് കാണാൻ. അത് കണ്ടപ്പോ ഞാൻ വെച്ച് പേനയായിരിക്കും ഒന്ന്. ഓക്കെ, ഇത് നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇരിക്കട്ടെ. ഇത് മെനുവാ. ഞാനിത് പോടി അതവിടെ വേ. നമുക്ക് ഇതെന്തോ മാജിക് ഉള്ള പെന്നാണിത്. ആയിരിക്കും. ഞാൻ എടുക്കാൻ പോവാണ് ഗൈസ്. പണ്ടേ കൂടെ ഓക്കെ തേങ്ങ. ഓക്കെ, അത് കണ്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു പ്രത തരികയില്ലെന്ന്. നീ എന്തിനാന്ന് വെച്ചാൽ കുടിക്കേ. ഞങ്ങളുടെ ശ്രേയ ഗൈസ്, ശ്രേയയുടെ കാർട്ടൂണിന് ഞാനൊരു കാര്യം കാണിച്ചിരുന്നു. വിട്ടെ വിട്ടെ. അതൊക്കെ മതി, അതൊക്കെ മതി. എന്നിട്ട് ഒരു രാത്രി ഓക്കെ. ഇതിന്റെ അത് 2 കാർഡ്സ് അല്ലാതെ വരുന്നുണ്ട്. ഇതിനെന്തോ ചീറ്റാ, ചീട്ട് എന്താണെന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും കളിച്ചിട്ടില്ല. ഞാൻ കളിച്ചിട്ടില്ല. ഇവിടെ പറച്ചിൽ നടന്നൊന്നും ഞാൻ കളിച്ചിട്ടുണ്ട്. ഞാൻ മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഞെക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ എനിക്ക് കളിക്കാറുണ്ട്. എനിക്ക് യൂണോ കളിക്കും. നമ്മൾ ബെസ്റ്റാണ്, നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഊണോ കാർഡ്സ് ഞാൻ പണ്ടങ്ങാണ്ട് കളിച്ചാ. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ സിസ്റ്ററും കൂടെ യാമി എന്നാണ് അവളുടെ പേര്. അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. ദേവൂസ് വേൾഡ് സെർച്ച് ചെയ്താൽ യൂട്യൂബ് ചാനലുണ്ട്. ശരിയാ, അതിനെ തന്നെ കാണാൻ പറ്റും കഴിച്ചാൽ. പഴയ എപ്പോഴും മാറ്റി ഇപ്പോൾ അമ്മ വീട്ടിലായതുകൊണ്ട് ദിവസം ഞങ്ങൾക്ക് വർഷത്തിലാണെന്ന് കിട്ടുന്നൊരു നിധിയാണ് ഇവിടെ. അല്ല, ഇനി തോനെ ആളത്ത് കാണാൻ നമുക്ക് അടി. അതെ, പക്ഷെ എൻ്റെ അനിയത്തി ഇവിടുന്ന് പോവുക. അവളുടെ വീട് തൊട്ടപ്പുറത്താണ്. അതുകൊണ്ട് അവള് പോവും അവളുടെ പുതിയ വീഡിയോ കേട്ടാൻ കേട്ടോ. നാളെ പുള്ളിക്കാരി ഇവിടെ കാണും. ഞങ്ങളെക്കാട്ടിലും വൈബ് അവള്. അനിയത്തിയുണ്ട്, അവള് സെറ്റാണ്. ഞങ്ങളെല്ലാം ഒരുമിച്ച് ഡാൻസ് വലിയ രസമല്ല. എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അതെടുക്കില്ല, അത് കൊള്ളത്തില്ല. എന്നാലും നോക്കാടി. അത് കാർഡ്സ് എന്നാലും കാണിച്ചു കൊടുക്കാം. ഇത് മറ്റേ ചീട്ട് തന്നെ കേട്ടോ. ചീട്ട് എന്തോ ചീട്ട് കളിക്കാനാ? ഇല്ല, ചിലപ്പോ അതിനായിരിക്കും. മാജിക് കാർഡ്സ് ആണ്. ഓ, ഇപ്പൊ മനസ്സിലായി. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇത് കൊടുത്തേക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ട് ഒരാൾ കാണിക്കും. എന്നിട്ട് പറയും ഇത് ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നിങ്ങളെ മൈൻഡ് റെഡിയാണ്. അപ്പൊ ഇതാ ഇവിടെ അതേ സാധനം എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കി കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ എവിടെ എഴുതിയിട്ടുണ്ടോ ഇങ്ങനെ എന്തോ ആണ്. അല്ലെങ്കിൽ ചീട്ട് കളിക്കാൻ. കണ്ട യൂട്യൂബിലെ വീഡിയോ എല്ലാം കണ്ടിട്ട് ഇരുന്നങ്ങ് പറയുക ഗൈസ് ചുമ്മാതെ. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഗൈസ്, അവരിങ്ങനെ മാജിക് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. ഇതേ സെയിം സാധനം. ഞാൻ ഒന്നുകൂടെ എടുക്കാം ചുമ്മാ. ഇവിടെ തന്നെ പച്ചക്ക് കുഴപ്പമില്ല. അതെടുക്ക്, അപ്പുറത്തെ ഇട്. ആ ബോക്സ് ഇട്, ഈ ബോക്സ്. എന്നാലേ ഇനി നിനക്കങ്ങ് എടുത്താൽ പോലെ. ഞാൻ തുറന്നു. നമുക്ക് 2 കൂടെ. എനിക്ക് എക്സൈറ്റ്മെന്റ് ഇത് ബോളെന്ന് പറഞ്ഞു. ശരി, അവളുടെ കൂട്ടിലിട്ട് ഗായ്സ് ചുമ്മാ പറ്റിക്കുന്ന ഗായ്സ് പിള്ളേരെ. നമുക്കും ഉണ്ടാക്കാം ഇതുപോലെ മിസ്റ്ററി ബോക്സ് ഒക്കെ. ഒരു ഗ്ലാസിനകത്ത് ഇത് ഇട്ട് വെച്ചേക്കുന്നു ചുമ്മാ. ബ്രേക്ക് ഇൻ ബോൾ. ഞാൻ ജയിച്ചു. ബോള് പൊട്ടിക്കാനാ പറഞ്ഞത്. ബോള് പൊട്ടിക്കണം? അല്ല, ഇത് അങ്ങനൊന്നും അല്ല പെണ്ണെ. അല്ല, ഈ ബോക്സിന്റെ അകത്ത് അവരെ മാനുവലി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ ഇങ്ങനെ തുറക്കും. തുറക്കുന്നതിനകത്തുണ്ട്. എന്നിട്ട് ഇത് അയ്യേ, ഓ ഇത് ഇങ്ങനെ ഒന്നുമില്ല. ചുമ്മാ പിള്ളേരെ പഠിക്കാനുള്ള ഒരു പരിപാടി. ബോള് കിട്ടാൻ വേണ്ടി നമുക്കെന്നാ ഇതിനൊക്കെ 1 രൂപയുള്ളൂ. വാങ്ങിച്ചിട്ടുണ്ടോ? എനിക്ക് 5 രൂപയുടെ മറ്റേ കുഞ്ഞു മുട്ട പോലത്തെ സാധനത്തിനകത്ത് കിട്ടിയിട്ടുണ്ട് ഈ ബോള്. കിൻഡർ ജോയ്. അതിന്റെ വേറെ എഗ്. ഇത് വെക്കുന്നില്ല. ഇതിന്റെ അകത്ത് പോയി. ഇത് ഏതായിരുന്നു? ഇത് പെട്ടിയാ? എൻ്റെ മടിയിലുണ്ട്. ഗായ്സ്, ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ 12 മിനിറ്റോട് നിന്നിപ്പോൾ 1 മിനിറ്റ് കൂടുതലാണ്. അപ്പം നമുക്ക് ഈ വീഡിയോയുടെ 3rd പാർട്ട് അല്ലേ, ഒരെണ്ണം കൂടെ നമുക്ക് ഇത് ചെയ്തിട്ട്. പക്ഷേ
ഇല്ല ഇനി കുറച്ചും കൂടെ ഉള്ളു guys. കുറച്ച് കാർഡ്സും കൂടെ ഉള്ളു 1 2 3 4 5 കാർഡ്സും കൂടെ ഉള്ളു. അത് അടുത്ത എല്ലാം വായിച്ച് പറയുന്ന വീഡിയോ ഇനി വരുന്നതാണ് guys. അതായത് പാർട്ട് 3. ഗായ്സ് ഈ ഒരു സാധനം നല്ല ലെങ്തി ആയതുകൊണ്ട് അതും ഇതിനകത്ത് തന്നെ കാണുന്നതായിരിക്കും അടുത്ത പാർട്ട്. അല്ല ഇത് മൊത്തത്തിൽ എന്തോന്നൊക്കെ ഉണ്ടെന്ന് നമ്മളൊന്നും തരാം. എന്നിട്ട് അപ്പം അവളുടെ ഇഷ്ടം പോലെ അല്ല എടുക്കട്ടെ. എടുക്കുവാണോ? ഇത് വേണ്ടല്ലോ, ഇത് കാർഡ്. അത് കാർഡ്സ് ചുമ്മാ ഉടായ്പ. അയ്യോ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കാതിരി. പെട്ടെന്ന് നമ്മൾ ഒരുമിച്ച് പറ എടുക്ക്. ഒരുമിച്ച് ഞാൻ മേടിച്ചിട്ട് ഇതെന്ത് കോയിൻ ഫസിയൻ അങ്ങനെ എന്തൊരു സാധനം. ഫസിഷൻ അങ്ങനെ എന്തോ. എഫ് ആണോ? വാട്ട് ഈസ് ദിസ്? കോയിൻ വേണം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോയിൻ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ കാണത്തില്ല ഇരിക്കണം. അങ്ങനെയാണെന്ന് ഓക്കെ ഇത്രയേ ഉള്ളൂ. എന്തോ പോപ്പാണ് ഗൈസ്. എന്തോ പൊട്ടിക്കുന്ന സാധനം. ഇതെന്തോ ഓ ആ കോയിൻ ഇതിനകത്ത് വെച്ചിട്ട് കറക്കുവാണെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ ഇത് വീഡിയോ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇത് നോക്കിക്കോ, അനങ്ങുന്ന നടക്കുമെന്നാ കോയിൻ അനങ്ങുന്ന നോക്ക്. ശരിയാ, ഇലൂഷനാണ്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതൊക്കെ അടുത്ത് എത്രയല്ലേ ഉള്ളൂ? 90. മാത്സ് പഠിക്കുന്നുണ്ട് ഗൈസ്, മനസ്സിലാവുന്നുണ്ട്. 80 ഡിഗ്രി. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ടീച്ചറിനെ എനിക്ക് ഓർമ്മ വരുന്നു ഗൈസ്. ഇപ്പം എന്തിനാണ് ഓർക്കുന്നത്? എനിക്കിഷ്ടമാണ് ടീച്ചർ, വിദ്യ ടീച്ചർ. എൻ്റെ മാത്സ് ടീച്ചറാണ്. അവളുടെ മാത്സ് ടീച്ചറാണ്. ഓക്കെ ഇത് കണ്ടോ? കപ്സ് ആൻഡ് ബോൾസ്. അത് വലിയ രസമില്ലാത്ത സാധനമാണ്. അല്ല ഇതിൻ്റെ അകത്ത് തോനെ ബോൾസ് വാങ്ങി. അത് വൈബേശായിരിക്കും, വൈബ് മെറ്റീരിയൽ. ഈ കാർഡ് എന്ന് പറഞ്ഞിട്ട് കപ്പ് തന്ന് ചെടിച്ചട്ടി വെക്കാം. ഞങ്ങൾക്ക് ഒരു ഹൗസ് ഡോൾ ഉണ്ട്. ഞങ്ങളുടെ ഹൗസ് ഡോൾ അല്ല ഐഡിയ വൈബ് മെറ്റീരിയൽ. ഞങ്ങൾക്ക് ഒരു ഡോൾ ഹൗസ് ഉണ്ട് ഗൈസ്. അതിനകത്ത് നമുക്ക് ചെടിച്ചട്ടി വെക്കാം. നമ്മുടെ ബാർബി ഡോളും ഗൈസ് മുട്ടായി എന്ന് തോന്നുന്നു. പിള്ളേരുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്തത്. വായിച്ചിട്ട് നമുക്ക് എല്ലാം പറയാം ഗൈസ്. അത് അടുത്ത അപ്പം നമ്മൾക്ക് ഈ സാധനം കൂടെ ഉള്ളൂ. അത് ഞാൻ അല്ല ഒരു സാധനം കൂടെ മറ്റേ പൊട്ടിക്കും. ഇത് ഗൈസ് ഞാൻ ഈ സാധനം എല്ലാം ഒന്ന് അടുക്കി വെക്കട്ടെ. അവൾക്കിപ്പോൾ വീട്ടിൽ പോകണം. പെട്ടെന്ന് ഇതൊക്കെ ഇവിടെ നിന്നാൽ പോരെ? നിന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നല്ല വൈബ് ഗൈസ്. എനിക്ക് പുള്ളിക്കാരിയെ വലിയ ഇഷ്ടമാണ് ഗൈസ്. എൻ്റെ അനിയത്തിയാണ്ട് പറയില്ല. ഇതുപോലൊരു പാവം കൊച്ചിനെ ഞാൻ കണ്ടു. എന്തിന്? ഇതെനിക്കറിയാം. മുമ്പ് ഇത് വേറെ ഏതോ കളറിലായിരുന്നു. എന്തോ വീണു ഗൈസ്. രണ്ട് സൈഡ് മാഗ്നറ്റ് വന്നിട്ടുണ്ട്, രണ്ട് കളറും വന്നിട്ടുണ്ട്. ഇത് ഒട്ടിച്ച് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഇതാ അപ്പൊ ഇങ്ങനെ ഇതൊരു ബ്ലൂ കളറാണ്. അപ്പൊ ഇതൊരു മാഗ്നറ്റ് ആണ്. അപ്പൊ ഇവിടെ ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് ഇതിനകത്തായി പോയി കേട്ടോ. എനിക്ക് നോക്കട്ടെ. എടുത്തു നോക്കാം. ഞാൻ ഇതും കൂടെ പറക്കി വെച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം കാണിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ ഐറ്റം ഇത് നമ്മൾ പൊട്ടിച്ചിട്ട്. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നി. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതൊന്ന് വെറുതെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? എനിക്ക് ആ പാട്ട് ഇൻട്രസ്റ്റിംഗ്. ശരിക്കും ഇപ്പോഴൊരു സത്യമായിട്ട് ഞാൻ പേടിച്ചു. ഞാൻ റിയലി ഞാൻ പേടിച്ചു. കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതുമാണ് കോയിൻ. അത് ഞാൻ കണ്ടില്ല. പൊട്ടിച്ചില്ലല്ലോ. പൊട്ടിച്ച് മറ്റേ ഇങ്ങനെ ഒരു സാധനം വലിച്ചിട്ട് എന്തുവരെ ഞാൻ കണ്ടില്ല. അത് നമ്മൾ നാളെ ഇടുമല്ലോ. ഇത് ബോഡി എഴുതുന്ന മാർക്കറാണ്. അത് എന്തിനാന്ന് എടി ഇത് ഒരെണ്ണമേ ഉള്ളൂ. എടി രണ്ടെണ്ണം ഉണ്ട്. ഇതിൻ്റെ അത് ഒരെണ്ണമാണ്. ഈസി കണ്ടു വെച്ചു. ഓക്കെ പിന്നെ ഇത് മായ്ക്കാനുള്ളതാണ്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. എന്താ ബ്ലാക്ക് കളർ? അതൊക്കെ എടുത്ത് പറക്കി വെറുതെ എടുക്കുന്നതാണ്.
അപ്പൊ പറ ഇതെല്ലാം നമുക്ക് അടുക്കി വെച്ചിട്ട് അല്ല നമുക്ക് അടുത്ത പാർട്ടില് ഇത്രയും കാർഡ്സും കൂടെ ഉണ്ട് ഗൈസ്. ബ്യൂട്ടിഫുൾ. സോ ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് അടുത്ത പാർട്ടിൽ ഇത് ഡിസ്കഷൻ. റെഡ് ഹോട്ട് ബട്ടൺസ് ഉണ്ട് ഗൈസ്. റെഡ് ഹോട്ട് ബട്ടൺസ്, റിയലി ഹോട്ട് ബട്ടൺസ്. ആ ചൂട് പച്ച കളർ അല്ല, സത്യത്തിൽ ചൂട്. ചൂട് പറ്റിക്കല്ലേ വേണ്ടേ? ഞാൻ ചുമ്മാ ഓവറാക്ഷൻ ഇട്ടാണ് ചൂടൊന്നും. എനിക്ക് ഇതും കൂടെ കാണിക്കണം. നീ കാണിച്ചോ? ഞാൻ ഇതെടുത്ത് വെക്കട്ടെ. നമ്മുടെ രണ്ടുപേരും ഇത് ഞാൻ അടുത്ത പാർട്ടി കാണിക്കും. ഇതൊന്നും ഇപ്പൊ നടക്കത്തില്ല. ശരി, അപ്പൊ അടുത്ത പാർട്ടി നമ്മള് വീണ്ടും ലേറ്റ് ആവുന്നതായിരിക്കും. ഇപ്പൊ 20 minutes ആയി. അതാ ഗായ്സ് ഞാൻ പറഞ്ഞു, ഈ പെണ്ണിന്റെ കൂടെ വീഡിയോ ചെയ്യാൻ നിന്ന് ഞങ്ങൾ അടുത്ത വർഷം വയറും തീരത്തില്ല. കാരണം ഞങ്ങൾ അങ്ങനെ ഇൻഫിനിറ്റി ടാബ്ലറ്റ്സ് ആണ് ഗായ്സ്. ഞങ്ങൾ പണ്ടേ ഇതെന്തുവാ അതിന്റെ കാർഡ് ഗായ്സ്. ഐ തിങ്ക് ഇത് പറയാനൊന്നും പറഞ്ഞില്ല. അത്യാവശ്യം നല്ല എൻജോയ്മെന്റ് ആണ്. നമ്മളിങ്ങനെ തിങ്കി കൊച്ചുങ്ങളെ വെക്കേഷനിലൊക്കെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ നല്ലതാണ്. അവരിങ്ങനെ ഇതെന്തോന്നാണ് ഈ പറയുന്നതാണുണ്ടല്ലോ ഗൈസ്, 10 മിനിറ്റ് കഴിയുമ്പോൾ കാണാം ഇതെല്ലാം കൂടെ പൂട്ടി കെട്ടി എവിടെയെങ്കിലും കൊണ്ട് വെക്കുന്നത്. അത് വെക്കൂല, നമ്മൾ സൂക്ഷിച്ച് വെക്കണ്ടേ? നിന്റെ അല്ല, നിന്റെ സ്ക്രീൻ ടൈം ഗൈസ് ഞാൻ അത്യാവശ്യം ഉപയോഗിക്കത്തില്ല എന്നല്ല, ഞാൻ ഉപയോഗിക്കും. ഇതൊരു പാറ്റുണ്ട്. ഇവിടെ ഒരു റിയൽ ആയിട്ടൊരു പാറ്റയുണ്ട്. സ്കൂളിൽ എൻ്റെ സ്കൂളിൽ പഠിക്കുന്നവർക്കറിയാം, എൻ്റെ പഴയ ഇരട്ടപ്പേരായിരുന്നു. എനിക്കിപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഋഷികേനം. അറിയാം. സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ഇട്ട്, അഥവാ കാണാൻ എനിക്ക് കമന്റ് ബോക്സ് ഇട്ടേക്കണം. എന്തോടെ പാറ്റ ഋഷികേനം അല്ല, എൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള പേര് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്. എന്തായാലും എൻ്റെ ക്ലാസ്സിലുള്ളവർക്ക് എല്ലാവർക്കും അറിയില്ല. എൻ്റെ യൂട്യൂബ് ചാനലിലെ കമൻസ് നോക്കിയാൽ മതി ഗൈസ്. എൻ്റെ ഇരട്ട പേര് വെച്ച് വിളിച്ചിട്ടുള്ള കുറേ കമൻസ് ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഡോറയെന്നും തക്കാളിന്നും ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അതല്ലേ ഒരാളെന്നുള്ള കാര്യം എനിക്ക്. അവർ കുറച്ചും കൂടി സംസാരിക്കുന്നപ്പോൾ നമ്മൾ സംസാരിക്കും. അപ്പം നമ്മുടെ സാധനം അടച്ചുപൂട്ടി എന്തോ ബൈ ബൈ സീ യു. പാറ്റ ഇങ്ങോട്ട് നമുക്ക് നാളെ കാണാം. മാറ്റി ഇനി നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഈ വീഡിയോ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് തേർഡ് പാർട്ട്. എടി ഒരു കാര്യം വെച്ചില്ല, ബുക്ക് ബുക്കും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ബുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത് പുതിയതായിട്ട് എടുക്കുന്നതുകൊണ്ട് മാനുവലൊക്കെ അതേ നമുക്ക് വെക്കണം. അതെ. അപ്പോൾ ഇത് വെച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. കാണിക്കല്ലേ, നമ്മളൊരു ബിഗിനേഴ്സ് ആണ്. നമ്മൾ അത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, ഫേമസും അല്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ഇതാണ്. നമ്മുടെ സ്വന്തം ട്രാൻസിഷനൊക്കെ നമ്മൾ ഇത് ഇനി ഉപയോഗിക്കുന്നതായിരുന്നു. ഓഫ് കോഴ്സ്. ഞാൻ എൻ്റെ ഫോട്ടോസിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനകത്ത് ഈ ഒരു ലാമ്പ് സ്ഥിരമായിട്ട്, എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഒരു ബൾബ് വെക്കാനായാലും അത്യാവശ്യം ഞങ്ങളുടെ സ്കിൻ ടോൺ ഈ ഒരു ലൈറ്റ് വൈബേശ അല്ലേ, ഒരു ഓയിലി നല്ലൊരു ലുക്ക്. പിന്നെ നമ്മൾ പിന്നെ പണ്ട ലുക്ക് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്യാമറ ഇതൊരു ചന്ദ്രനോ ഗൈസ്. ഇത്ര നേരം അല്ലെ ഇവള് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഈ കാട്ടാങ്കട എവിടെ ഉള്ളതെന്ന് ഞാൻ ചെറുതായിട്ട് ചോദിച്ചതാ ഗൈസ്. എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഇനി കാട്ടാങ്കട പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞങ്ങളുടെ അമ്മമാര് വിളിക്കുന്നു, ഞങ്ങളെ പോയി നിർത്തുവാണ്. ഓക്കെ, ചാനലിന്റെ പേരെന്ത് വരുന്നുണ്ട്? ബ്യൂട്ടിഫുൾ ലൈഫ് ഋഷിക. ചാനലിന്റെ പേര് പറഞ്ഞു. നിങ്ങൾ ഇന്ന് പാർട്ട് 3 ഇറക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, സീ യു. മിസ് ചെയ്യും.
ഒച്ചോടാ തേർഡ് പാർട്ടി കാണാം. ഓക്കെ ബൈ. ലൈറ്റ് ഒന്നുകൂടെ കടിക്കപ്പോ ബൈ ബൈ സീ യു. ബൈ ബൈ സീ യു. ഓക്കെ.